പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നതിനുള്ള മുഴുവൻ സ്റ്റെപ്സും നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിനുള്ള 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഈ ക്വസ്റ്റ്യനുകൾ കൂടുതൽ തവണ ചെയ്ത് പരിശീലിച്ച് സ്വന്തമായി ഇത്തരം ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യുന്നതിനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ഡൽഹി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു NPOയുടെ 31 ഡിസംബർ 2019 അവസാനിക്കുന്ന അക്കൗണ്ടിംഗ് ഇയറിലേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സാധാരണ പോലെ തന്നെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. ഇതുപയോഗിച്ചാണ് ഈ സ്ഥാപനത്തിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നാം തയ്യാറാക്കേണ്ടത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഡൊണേഷൻ, സബ്സ്ക്രിപ്ഷൻ, ലെഗസീസ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, ഇത്രയും ഐറ്റംസ് നമുക്ക് റെസിപ്റ്റ് സൈഡിൽ കാണാൻ കഴിയും. ദെൻ പേയ്മെൻറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാരിറ്റി, സാലറി, അഡ്വർടൈസ്മെൻറ്റ്സ്, ഇൻഷുറൻസ്, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലോസിംഗ് ബാലൻസ്, ഇത്രയും ഐറ്റംസ് നമുക്ക് പേയ്മെൻറ്റ് സൈഡിൽ കാണാൻ കഴിയും. ദെൻ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് 1/3 ഓഫ് ഡൊണേഷൻ ടു ബി ട്രീറ്റഡ് ആസ് ഇൻകം. നമുക്ക് നൽകിയിരിക്കുന്ന ഡൊണേഷൻ എന്ന് പറയുന്ന ഈ എമൗണ്ടിൽ 9,000 റുപ്പീസാണ് നമുക്ക് തന്നത്. അതിൻ്റെ 1/3 ഭാഗം നമ്മൾ ഇൻകമായിട്ട് എടുക്കണം. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ബാക്കി പോർഷൻ 2/3 നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണമെന്നാണ്. ഇതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. ദെൻ ഇൻഷുറൻസ് പ്രീമിയം വാസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 3 months. ഇൻഷുറൻസ് പ്രീമിയം 2,000 രൂപയാണ് ഈ വർഷം മൊത്തത്തിൽ അടച്ചിട്ടുള്ളത്. അതിൽ 3 മാസത്തേക്കുള്ളത് അഡ്വാൻസ് കൂടി ഉൾപ്പെടുന്നുണ്ട്. 3 മാസത്തെ അഡ്വാൻസ് കൂടി ഉൾപ്പെടെയാണ് 2,000 രൂപ. സോ ഒരു വർഷം 12 മാസമാണല്ലോ ഉണ്ടാകുക. അപ്പോൾ 3 മാസത്തെ അഡ്വാൻസും കൂടി അടച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം 15 മാസത്തേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയമാണ് ഈ 2,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1,100 രൂപയാണ്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 4,500 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പോർഷനാണ് 1,100 രൂപയുടെ ഇൻട്രസ്റ്റ് കൂടി നമുക്ക് ലഭിക്കാനുണ്ട് ഈ വർഷം എന്നാണ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 ഡിസംബർ 2019, അഥവാ കറണ്ട് ഇയറിൽ സാലറിയും അഡ്വർടൈസ്മെൻറ്റും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിലേക്ക് നാം രേഖപ്പെടുത്തേണ്ട ഐറ്റംസ് ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് നമുക്കറിയാം, അത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ട ഐറ്റമാണ്. ദെൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻ ലഭിച്ചിട്ടുണ്ട്. 2/3 നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 1/3 നമ്മൾ ഇൻകം ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2/3 ഭാഗം അത് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണമെന്നുള്ളതാണ്. ദെൻ അടുത്തത് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്ന ലെഗസിയാണ്. ലെഗസി ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ ഇനി ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നൊരു ഐറ്റം ഫേർണിച്ചറാണ്. അത് ഫിക്സഡ് അസറ്റാണ് നമുക്കറിയാം. സോ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റൊരു അസറ്റാണ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തണം. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ആയിക്കൊണ്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ട ഐറ്റമാണ്. ഇത്രയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നതായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എന്ന് മാർക്ക് ചെയ്യാത്ത ഐറ്റംസ് അഥവാ റവന്യൂ ഐറ്റംസ് മുഴുവനും റെസിപ്റ്റ് സൈഡിലുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തണം. ഓക്കെ, അതുപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡിലുള്ള റവന്യൂ പേയ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാത്ത പേയ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അവയെല്ലാം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്കും രേഖപ്പെടുത്തണം. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരു അടിസ്ഥാന വിവരം എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു ടൈറ്റിൽ
കൊടുക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 ഡിസംബർ 2019. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത ഐറ്റംസ് ഇവിടെ കാണാൻ കഴിയും. ബാലൻസ് ഷീറ്റിലേക്കും എന്ന് മാർക്ക് ചെയ്യാത്ത ഐറ്റംസ് എല്ലാം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് നമ്മൾ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ 11,500 ആണ് നമുക്ക് ചാരിറ്റി എന്ന് പറഞ്ഞ് നൽകിയിട്ടുള്ളത്. അതേ എമൗണ്ട് തന്നെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. എന്നാൽ സാലറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് കറണ്ട് ഇയറിൽ 1,500 രൂപ നമുക്ക് നൽകിയിട്ടുണ്ട്. സോ കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണമെന്ന് നമ്മൾ മുമ്പുള്ള ക്വസ്റ്റ്യനുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഈ 1,500 രൂപ കൂടി തന്നിരിക്കുന്ന 9,200 ആ 1,500 രൂപ കൂടി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണ് സാലറി റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. സോ അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ടും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് ഇയറിൽ തന്നെ 1000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഇതും സാലറിക്ക് പോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റിൻ്റെ 5,400 രൂപയോട് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള 1000 രൂപയും കൂടി ആഡ് ചെയ്ത് 6,400 നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ദെൻ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇൻഷുറൻസ് പ്രീമിയം വാസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 3 months. 3 മാസത്തെ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അഡ്വാൻസ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സോ പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷുറൻസ് തന്നിരിക്കുന്നത് 2,000 രൂപയാണ്. ആ 2,000-ൽ നമ്മൾക്ക് 3 മാസത്തെയും കൂടി എക്സ്ട്രാ നമ്മൾ കൊടുത്തുകൊണ്ട് ആ പ്രീപെയ്ഡ് ഇൻഷുറൻസ് മൈനസ് ചെയ്യണം. ഈ 2,000 എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം നമ്മൾ 2,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ 3 മാസത്തെ അഡ്വാൻസ് കൂടി ചേർത്താൽ നമുക്കത് 15 മാസത്തെ ടോട്ടൽ ഇൻഷുറൻസ് ആണെന്ന് കാണാൻ കഴിയും. ഒരു വർഷം 12 മാസമാണല്ലോ ഉള്ളത്. നമ്മൾ ആ 2,000 രൂപ കൊടുത്തതിൽ അടുത്ത വർഷത്തേക്കുള്ള 3 മാസത്തേക്കുള്ള ഇൻഷുറൻസ് കൂടി ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയത് 15 മാസത്തേക്കുള്ള ഇൻഷുറൻസ് ആണ്. ആ 15 മാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രീപെയ്ഡ് ഇൻഷുറൻസ് കാണാം. സോ 2,000 × 3/15 കണ്ടു കഴിഞ്ഞാൽ 3 മാസത്തെ ഇൻഷുറൻസ് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും. 3/12 പകരം ഈ 2,000 15 മാസത്തേക്കാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ 3/15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 400 രൂപ ലഭിക്കുന്നു. ആ 400 രൂപ മൈനസ് ചെയ്താൽ 1,600 രൂപയാണ് ഈ വർഷത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. 400 രൂപ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. 3 മാസത്തേക്കുള്ള പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ് 400 രൂപ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡൊണേഷൻ ആണ്. ഡൊണേഷൻ നമ്മൾ 2/3 ഇവിടെ ബാലൻസ് ഷീറ്റിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ 1/3 പോർഷൻ 9,000-ന്റെ 1/3 ഭാഗം ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ഇവിടെ കൃത്യമായി ക്വസ്റ്റനിൽ നിർദ്ദേശം തന്നിട്ടുണ്ട്. സോ ആ 1/3 നമ്മളിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ഇൻകം സൈഡിൽ രേഖപ്പെടുത്തുന്നു. ദെൻ സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റും ഈ ക്വസ്റ്റനിൽ നൽകിയിട്ടില്ല. സോ നമുക്ക് വളരെ ഈസിയായി സബ്സ്ക്രിപ്ഷൻ 42 രേഖപ്പെടുത്താം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 4,500 തന്നതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1,100 ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 1,100 രൂപ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് അതിനോട് ആഡ് ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തണം. 4,500-നോട് 1,200 ആഡ് ചെയ്ത് 5,600 എന്ന് നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. then സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റില്ല. അതിൻ്റെ ആ 200 rupees നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട മുഴുവൻ ഐറ്റംസും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്കിവിടെ നോക്കിയാൽ ഇൻകം സൈഡാണ് കൂടുതലെന്ന് കാണാൻ കഴിയും. ഇൻകം സൈഡിൻ്റെ ടോട്ടൽ 51,600 നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൻ്റെ ടോട്ടലായിട്ട് മാറ്റി എഴുതുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 21,400 എന്ന് പറയുന്നത് സർപ്ലസ് ആണ്. കാരണം ഇൻകം സൈഡ് കൂടുതലാണെങ്കിൽ ആ ഇൻകം എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ സർപ്ലസ് എന്നാണ് വിളിക്കുക. സോ സർപ്ലസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായി ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടത്. 31 ഡിസംബർ 2018 കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ വർഷത്തെ ബിഗിനിങ് ഡേറ്റ് കൊടുത്ത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. സോ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് ഇവിടെ നമുക്ക് ആകെ ഒരു ഐറ്റം മാത്രമേ തന്നിട്ടുള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് മാത്രമാണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ട ഒരു ഐറ്റമായിട്ട് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് ടൈമിലുള്ള അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ ബിഗിനിങ്ങിലുള്ള വേറൊരു അസറ്റ്സും ലയബിലിറ്റീസും ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മൾ തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് 24,100 ക്യാഷ് ഇൻ ഹാൻഡ് ആയിക്കൊണ്ട് ബാലൻസ് ഷീറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് രേഖപ്പെടുത്തുന്നു.
ദെൻ മറ്റ് ഐറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. ആ 24,100 ആണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദെൻ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ ക്ലോസിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഒഴികെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. സോ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വരാം. ആദ്യം നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് റെക്കോർഡ് ചെയ്യുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 25,900 രൂപ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ദെൻ അടുത്തതായിട്ട് ഫർണിച്ചറാണ്. ഫർണിച്ചർ നമുക്ക് കാണാൻ കഴിയും 21,600 റുപ്പീസ് ഫർണിച്ചർ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് രേഖപ്പെടുത്തണമെന്ന് നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് 23,000 നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്നുള്ളത് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. 400 രൂപ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റ് കൂടിയാണ്. നമുക്കറിയാം പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. സോ പ്രീപെയ്ഡ് ഇൻഷുറൻസ് 400 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ്. അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ ഇൻട്രസ്റ്റിനോട് ആഡ് ചെയ്ത് കാണിച്ച ഐറ്റം കാണാം. ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അതായത് ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ അപ്പോൾ അതും നമ്മൾ ഒരു അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. 1,100 രൂപ ഇത്രയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ കഴിയും. ദെൻ ലയബിലിറ്റി സൈഡിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്യാപിറ്റൽ ഫണ്ടാണ് ലയബിലിറ്റി സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഫണ്ട് 24,100 രൂപ നമ്മൾ അങ്ങോട്ട് മാറ്റി എഴുതുന്നു. ദെൻ ഇതിനോട് ആഡ് ചെയ്യുന്നത് സർപ്ലസ്. ഫസ്റ്റ് സർപ്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 21,400 സർപ്ലസ് കിട്ടിയിട്ടില്ല. 21,400 അതിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമുക്കറിയാം ഡൊണേഷൻ്റെ 2/3 ക്യാപിറ്റലൈസ് ചെയ്യണം. ലിഗസി നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം മറ്റൊരു ഐറ്റമാണ്. ഇങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിനോട് ആഡ് ചെയ്യുകയാണ്. ഡൊണേഷൻ 2/3, ലെഗസി 18,000 രൂപ, ടോട്ടൽ ചെയ്യുമ്പോൾ 69,500 നമുക്ക് ലഭിക്കും. ദെൻ നമ്മൾ അടുത്തായിട്ട് വരുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1,500 രൂപ രേഖപ്പെടുത്തുന്നു. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് കറണ്ട് ഉള്ളത് ലയബിലിറ്റി ആണ്, രേഖപ്പെടുത്തുന്നു. ദെൻ അഡ്വർടൈസ്മെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അത് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. അഡ്വർടൈസ്മെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ 1,000 രൂപ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി രേഖപ്പെടുത്തുന്നത് കൂടി ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ ഏകദേശം കഴിയുന്നു. ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ 72,000 എന്ന് നമുക്ക് ലഭിക്കും. ഇങ്ങനെയാണ് ഒരു NPOയുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസൃതമായിട്ട് തയ്യാറാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും അഡീഷണൽ ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് 2015 31 ഡിസംബർ 2015 അക്കൗണ്ടിങ് ഇയറിലേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, സബ്സ്ക്രിപ്ഷൻ. അത് നമ്മൾക്ക് വ്യത്യസ്ത ഇയറുകളുടേതായിട്ടാണ് നൽകിയിട്ടുള്ളത്. കറണ്ട് ഇയറിലെ എമൗണ്ടിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ അഡ്വാൻസ് റിസീവ് ചെയ്തതും സ്പ്ലിറ്റപ്പ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, ഗവൺമെൻറ് ഗ്രാൻഡ്, സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ 5,000 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഫർണിച്ചർ 3,700 രൂപക്ക് വിറ്റതായിട്ട് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് 450 രൂപ. ഇത്രയാണ് റിസിപ്റ്റ് സൈഡിൽ നൽകിയിട്ടുള്ളത്. ഇനി പേയ്മെൻറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ എക്സ്പെൻസസ്, ന്യൂസ് പേപ്പർ, ഇലക്ട്രിസിറ്റി, ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. FD ബാങ്കിൽ 18,000 രൂപയുണ്ട്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തിയിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30th ജൂൺ 2015. ജൂൺ ലാസ്റ്റാണ്. ജൂൺ ലാസ്റ്റിലാണ് നമ്മൾ ഈ ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ളത്. 10% ഇൻട്രസ്റ്റ് ആണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സോ ഈ വർഷം 6 മാസമാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് ഇയറിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുക എന്ന് കാണാൻ കഴിയും. കാരണം ജൂൺ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് ലഭിക്കേണ്ടത്. ബുക്സ്, അതേപോലെ സാലറി, റെൻറ്റ്, പോസ്റ്റേജ് ചാർജ്,
ഫർണിച്ചർ, ന്യൂ ഫർണിച്ചർ പർച്ചേസ് ചെയ്തത്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇത്രയും കാര്യങ്ങളാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നൽകിയിട്ടുള്ളത്. അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31 ഡിസംബർ 2014, അതായത് ഈ കഴിഞ്ഞ വർഷം 2000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 2000 രൂപയാണ്. അതേപോലെ തന്നെ കറണ്ട് ഇയറിൽ 2015 ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയറിൽ 2000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ വർഷം 1200 രൂപ മാത്രമാണ് അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റിൽ ഒരു 800 റുപ്പീസ് പ്രീവിയസ് ഇയറിലത് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് കാണാൻ കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ഡിസംബർ 31, 2015 അഥവാ കറണ്ട് ഇയറിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 600 ഉണ്ട്. 1 മന്ത് റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ ഒരു മാസത്തെ വാടക അഡ്വാൻസ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെന്റ് ഇവിടെ നമ്മൾ കൊടുത്തത് 6500 രൂപയാണ്. അതിൽ ഒരു മാസത്തെ റെന്റ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ കഴിയും ഇത് 13 മാസത്തെ റെന്റാണ്. 6500 എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കല്ല, ഒരു മാസത്തെ കൂടി അഡ്വാൻസ് കൊടുത്തുകൊണ്ട് തന്നെ 13 മാസത്തെ റെന്റാണ് 6500 രൂപ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദെൻ ഓൺ ജനുവരി 1, 2014 അതായത് പ്രീവിയസ് ഇയറിൽ ഈ സ്ഥാപനത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന അസറ്റുള്ള ഫർണിച്ചർ 12000, ബുക്സ് 5000. അതായത് ഈ വർഷത്തെ ബിഗിനിങ്ങിൽ ഈ സ്ഥാപനത്തിൻ്റെ അസറ്റ്സ് ആണ് നൽകിയത്. ഫർണിച്ചർ 12000 രൂപയുടെ ഫർണിച്ചറും 5000 രൂപയുടെ ബുക്സുമാണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട അസറ്റുകളായിട്ട് അഡീഷണൽ ഇൻഫർമേഷനിൽ നൽകിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് രേഖപ്പെടുത്തേണ്ട ഐറ്റംസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ്, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തണം. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഈ വർഷം നമ്മൾ അഡ്വാൻസ് ആയിട്ട് 2014 നെക്സ്റ്റ് ഇയറിലെ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ 500 രൂപ കിട്ടിയിട്ടുണ്ട്. അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഒരു ലയബിലിറ്റി ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ട ഐറ്റമാണ്. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചറാണ്. ഫർണിച്ചർ വിറ്റിട്ട് നമുക്ക് 3700 രൂപ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത് 5000 രൂപയാണ്. അപ്പോൾ 5000 രൂപ വാല്യൂ ഉള്ള ഫർണിച്ചർ നമ്മൾ 3700 രൂപക്ക് വിൽപ്പന നടത്തി. ഫർണിച്ചർ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ഈ ഫിക്സഡ് അസറ്റ് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ആ ഫർണിച്ചറിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. അവിടെ മൈനസ് ചെയ്യേണ്ടത് ബുക്ക് വാല്യൂ ആണ്. ഈ 5000 രൂപയാണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫർണിച്ചറിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു 5000 3700 തമ്മിലുള്ള ഡിഫറൻസ് 1300 രൂപ നമുക്ക് ലോസ് ആണെന്ന് കാണാൻ കഴിയും. 5000 രൂപ വാല്യൂ ഉള്ള ഫർണിച്ചർ വിറ്റ് നമുക്ക് ലഭിച്ചത് 3700 രൂപയാണ്. 1300 രൂപ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഉണ്ട്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണമെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ അടുത്ത ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത് FD ആണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഡെപ്പോസിറ്റ് ആണ്, നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി അവിടെ ഉണ്ട്. അതായത് ഈ ഡെപ്പോസിറ്റ് നമ്മൾ നടത്തിയിട്ടുള്ളത് ജൂൺ ലാസ്റ്റിലാണ്. അതായത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്കതിന് ഇൻട്രസ്റ്റ് ലഭിക്കുക. 10% ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6 മാസത്തേക്കാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസത്തേക്കാണ് ഈ 10% ഇൻട്രസ്റ്റ് നമുക്ക് ഈ FD ഇനത്തിൽ ലഭിക്കേണ്ടത്. മറ്റൊരു അസറ്റ് എന്ന് പറയുന്നത് ബുക്സ് ആണ്. ബുക്സ് നമ്മൾ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ട ഒരു അസറ്റാണ്. ദെൻ ഫേർണിച്ചർ ഈ വർഷം പർച്ചേസ് ചെയ്തത് നമ്മൾ നേരത്തെ നമുക്ക് ഫർണിച്ചർ ഉള്ളതായിട്ട് ഓപ്ഷനിൽ പറയുന്നുണ്ട്. അതിനോട് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. പർച്ചേസ് ചെയ്ത ഫർണിച്ചർ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ സെയിൽ ചെയ്ത ഫർണിച്ചർ ചെയ്യണം, അതിൽ നിന്ന് മൈനസ് ചെയ്യണം. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇൻ ബാങ്ക് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഇതാണ് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാത്ത ഐറ്റംസ് ഒക്കെ റവന്യൂ ഐറ്റംസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ റവന്യൂ റെസിപ്റ്റ്സുകളൊക്കെ നമുക്ക് കാണാം. റവന്യൂ റെസിപ്റ്റ്സുകൾ ഇൻകം സൈഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെയുള്ള റവന്യൂ പേയ്മെൻറ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എക്സ്പെൻഡിച്ചർ സൈഡിലേക്കാണ്. സോ റവന്യൂ റെസിപ്റ്റ്സ് ഇൻകം സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു, റവന്യൂ പേയ്മെൻറ്റുകൾ എക്സ്പെൻഡിച്ചർ സൈഡിലും രേഖപ്പെടുത്തുന്നു. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 ഡിസംബർ 2015. ദെൻ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ മാർക്ക് ചെയ്യാത്ത ഓരോ ഐറ്റംസും നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് ജനറൽ എക്സ്പെൻസ് ആണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റുകളും നൽകാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താം. മറ്റൊരു ഐറ്റം ന്യൂസ് പേപ്പറാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം.
ദെൻ മറ്റൊന്ന് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടും അഡ്ജസ്റ്റ്മെൻറ്റുകളിലൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്കതും നേരിട്ട് റെക്കോർഡ് ചെയ്യാം. എന്നാൽ സാലറിയിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയും ഈ വർഷത്തെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് 600 രൂപ വന്നിട്ടുണ്ട്. സോ സാലറിയോട് കൂടി നമ്മൾ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ ആ 600 ആഡ് ചെയ്യണം. സാലറി നമുക്ക് തന്നിരിക്കുന്ന 3600 രൂപ, അതിനോട് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4200 രൂപ നമുക്ക് ലഭിക്കും. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റെൻ്റാണ്. റെൻറ്റുമായി റിലേറ്റഡ് ആയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് 1 മന്ത് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് ഈ വർഷം നമ്മൾ അടുത്ത വർഷത്തെ ഒരു മാസത്തേക്കുള്ള റെൻറ്റ് മുൻകൂട്ടി അടച്ചിട്ടുണ്ട്. പ്രീപെയ്ഡ് റെൻറ്റ് 1 മന്ത് റെൻറ്റ് നമ്മൾ പ്രീപെയ്ഡ് ആണെന്ന് കാണാൻ കഴിയും. അത് നമുക്ക് 6500 രൂപയാണ് റെൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു മാസം കൂടി ചേർത്താൽ 13 മാസത്തേക്കുള്ള റെൻറ്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വർഷത്തെ റെൻറ്റ് നമ്മൾ കൊടുത്തപ്പോൾ അടുത്ത വർഷത്തെ ഒരു മാസം കൂടി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സോ 6500 എന്നുള്ളത് 13 മാസത്തേക്കുള്ള റെൻ്റാണ് നമുക്ക് കാണാൻ കഴിയും. അതിൽ നമുക്ക് ഒരു മാസത്തെ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സോ റെൻ്റ് എന്ന് പറയുന്ന എമൗണ്ട് 6500 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ലെസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ 6500 13 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6500/13 നമ്മൾക്ക് ഒരു മാസത്തെ റെൻറ്റ് ലഭിക്കും. 500 രൂപയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ റെൻറ്റ് എന്ന് പറയുന്നത് 6000 രൂപയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചറാണ്. നമ്മൾ നേരത്തെ കണ്ടു ഫർണിച്ചർ നമ്മൾ 5000 രൂപേൻ്റെ ഫർണിച്ചറാണ്, 5000 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഫർണിച്ചറാണ് വിൽപ്പന നടത്തുന്നത്. നമുക്ക് ലഭിക്കുന്ന 3700 രൂപയാണ്. അപ്പോൾ ഈ 1300 രൂപ നഷ്ടമുള്ളത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തണം. ഓക്കെ, സോ ആ 1300 രൂപ നമ്മൾ ഇവിടെ ഒരു കാൽക്കുലേഷൻ നമുക്ക് കാണാൻ കഴിയും. 5000 മൈനസ് 3700 1300 രൂപ നമ്മൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചറായിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ഇനി നമ്മൾ ഇൻകം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനുമായി റിലേറ്റഡ് ആയി നമുക്ക് ഈ വർഷത്തെ കറക്റ്റ് സബ്സ്ക്രിപ്ഷൻ 26500 രൂപയാണ് നമ്മൾ റിസീവ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടെ അഡീഷണൽ ഇൻഫർമേഷനിൽ കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് 1500 രൂപ ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നത്. സോ ഈ കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ഈ 26500 ആഡ് ചെയ്ത് കാണിക്കേണ്ടത്. സോ സബ്സ്ക്രിപ്ഷൻ 26500 ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനോട് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 1500 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28000 നമുക്ക് ലഭിക്കും. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ആണ്. നമുക്ക് കാണാൻ കഴിയും സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഐറ്റം ഗവൺമെൻറ് ഗ്രാൻഡ് ആണ്. കൃത്യമായി ഒന്നും അതുമായി റിലേറ്റഡ് ആയി പറഞ്ഞിട്ടില്ല. സോ ഒരു റവന്യൂ റെസിപ്റ്റ് ആയിക്കൊണ്ട് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് കാണാം ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളത് 450 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കണം. സോ നമുക്ക് 18000 രൂപൻ്റെ 10% 6 മാസത്തേക്ക് ലഭിക്കുമ്പോൾ എത്ര രൂപ നമുക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ലഭിച്ച 450 രൂപ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫോർ 6 months 18,000 ഇൻറ്റു 10% ഇൻറ്റു 6 months എന്ന് പറയുമ്പോൾ 900 rupees നമുക്ക് ശരിക്കും ലഭിക്കേണ്ടതുണ്ട്. 450 നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. സോ 900 നിന്ന് 450 മൈനസ് ചെയ്താൽ 450 രൂപ ഇനിയും ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് 450 രൂപ നമ്മൾ അവിടെ ആഡ് ചെയ്യണം. അത് അതേസമയം തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കൂടി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഇൻകം അക്രൂഡ് ആണ് ബാലൻസ് ഷീറ്റിൽ വരും. ഇവിടെ 900 rupees ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ദെൻ നമ്മൾക്ക് ഇതോടുകൂടി നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ റവന്യൂ ഐറ്റംസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ടോട്ടൽ ചെയ്യാം. ഇൻകം സൈഡ് തന്നെയാണ് ഈ ക്വസ്റ്റനിലും കൂടുതൽ വരുന്നത്. അതിൻ്റെ ടോട്ടൽ 42,150 നമ്മളിങ്ങോട്ട് എഴുതി ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 22,300 ആണ്. ഇവിടെ ഇൻകം സൈഡ് എക്സീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കിട്ടുന്ന ബാലൻസ് സർപ്ലസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സർപ്ലസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. അടുത്തതായി ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് നമ്മൾ ആദ്യമായിട്ട് തയ്യാറാക്കേണ്ടത്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2014 ഇത് ടൈറ്റിൽ കൊടുക്കുന്നു. ദെൻ ആദ്യമായിട്ട് ഇതിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. 4000, ക്യാഷ് അറ്റ് ബാങ്ക് 15,550. ദെൻ നമുക്ക് നെക്സ്റ്റ് ഫേർണിച്ചർ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഫർണിച്ചർ, അതേപോലെ തന്നെ ബുക്സ്
ഇത്രയാണ് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഫേർണിച്ചർ ₹12,000, അതേപോലെ ബുക്സ് 5,000 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതിന് ഇത് ഇത്രയും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള വല്ല ഇൻകം ഔട്ട്സ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അങ്ങനെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള വല്ല ഐറ്റം ഉണ്ടോ നോക്കാം. ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിട്ടുണ്ട് 2,000. ഈ ഒരു ഐറ്റം മാത്രമാണ് നമുക്ക് ബിഗിനിങ്ങിലുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റമായിട്ട് നൽകിയിട്ടുള്ളത്. സോ അത് 2,000 രൂപ നമ്മൾ രേഖപ്പെടുത്തുന്നതോടുകൂടി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എൻട്രി ചെയ്യേണ്ട എല്ലാ ഐറ്റവും എൻട്രി ചെയ്ത് കഴിയുന്നു. ടോട്ടൽ ചെയ്ത് 38,550 അത് നമ്മൾ ബാലൻസിങ് ഫിഗറായി കാണിക്കുന്നു. സോ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നേരത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയതുപോലെ തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് വെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ അസറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്യാഷ് ഇൻ ഹാൻഡ് 3,000 രൂപ, അതേപോലെ തന്നെ ക്യാഷ് ഇൻ ബാങ്ക് 8,200 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ അടുത്ത സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ 1,500 rupees നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും പ്രീവിയസ് ഇയറിൽ 2,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് 1,200 രൂപ മാത്രമേ ഈ വർഷം ലഭിച്ചിട്ടുള്ളൂ. സോ പ്രീവിയസ് ഇയറിലെ 2,000 രൂപയിൽ 1,200 രൂപ മാത്രം ലഭിച്ചുകൊണ്ട് തന്നെ 800 രൂപ, 2,000 മൈനസ് 1,200, 800 രൂപ ഇനിയും ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമുക്ക് കാണാൻ കഴിയും. കുടിശ്ശികയായി ഇനിയും 800 രൂപ ഈ വർഷം ലഭിക്കാനുണ്ട്. സോ പ്രീവിയസ് ഇയറിലെ 800-ഉം ഈ വർഷത്തെ 1,500-ഉം ചേർത്ത് 2,300 രൂപ സബ്സ്ക്രിപ്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫർണിച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫർണിച്ചറാണ് നമ്മളുടെ മറ്റൊരു ഐറ്റം. അത് ബിഗിനിങ്ങിൽ 12,000 rupees ഫർണിച്ചറുള്ളത്. ഈ വർഷം നമ്മൾ ഫർണിച്ചർ പുതിയത് പർച്ചേസ് ചെയ്തത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10,500. അതേപോലെ തന്നെ സെയിൽ ഓഫ് ഫർണിച്ചറും അതിന് ബുക്ക് വാല്യൂ 5,000 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഫർണിച്ചർ വിൽപ്പന നടത്തിയതും കാണാൻ കഴിയും. സോ ഒരു ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് പർച്ചേസും സെയിലും ഉണ്ടെങ്കിൽ പർച്ചേസ് ആഡ് ചെയ്യുകയും സെയിൽ അതിൻ്റെ ബുക്ക് വാല്യൂ ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. സെല്ലിംഗ് പ്രൈസ് അല്ല, ബുക്ക് വാല്യൂ ആണ് നമ്മൾ ആ ഫർണിച്ചറിൽ നിന്ന് മൈനസ് ചെയ്യുന്നത്. സോ ഫർണിച്ചറിനോട് കൂടി 12,000 കൂടി 10,500 പർച്ചേസ് നമ്മൾ ആഡ് ചെയ്യുന്നു. വിറ്റ ഫർണിച്ചറിൻ്റെ ബുക്ക് വാല്യൂ ആയിട്ടുള്ള 5,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. സോ ആ 17,500 രൂപ നമ്മൾ ഫർണിച്ചറിൻ്റെ വാല്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ബുക്സുമായി ബന്ധപ്പെട്ട് ബിഗിനിങ്ങിൽ 5,000 ആണുള്ളത്. ഈ വർഷം നമ്മൾ ബുക്സ് പർച്ചേസ് ചെയ്തത് 7,000 രൂപയാണ്. സോ ബുക്സ് ടോട്ടൽ 5,000 പ്ലസ് 7,000 12,000 നമ്മൾ മാർക്ക് ചെയ്യും. ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് 18,000 രൂപേൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് നമ്മൾ ഈ വർഷം നടത്തിയിട്ടുള്ളത്. സോ അത് അസറ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ റെൻറ്റ് പ്രീപെയ്ഡ് ആണ്. റെൻറ്റ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം 1 month റെൻ്റാണ് പ്രീപെയ്ഡ് ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു 6,500 രൂപയുടെ റെൻറ്റ് നമ്മൾ അടച്ചത് 12 മാസത്തേക്കല്ല, ഒരു മാസം അഡ്വാൻസ് ആയി കൊടുത്തോളൂ, 13 മാസത്തേക്കാണ്. സോ 500 രൂപയാണ് റെൻറ്റ് പ്രീപെയ്ഡ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ ഇനി വല്ല ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ്. അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 6 monthsന് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തി കഴിഞ്ഞ് 18,000 രൂപക്ക് 6 monthsന് നമുക്ക് 900 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കേണ്ടത്. അതിൽ 480 രൂപ മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. സോ ബാലൻസ് 480 ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ആ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇൻകം ആയതുകൊണ്ട് അത് അസറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. സോ ഇനി ലാബിലിറ്റി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കാണാം 38,550 ക്യാപിറ്റൽ ഫണ്ട് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനോടുകൂടി ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഐറ്റംസ് സർപ്ലസ്, അതേപോലെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് സർപ്ലസ് 22,300 ആണ്. ഇതിന് പുറമെ വേറെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഒരു ഐറ്റവും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് നേരിട്ട് സർപ്ലസ് ആഡ് ചെയ്ത് 60,850 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ നേരത്തെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിൻ്റെ 2016 സബ്സ്ക്രിപ്ഷൻ 500 രൂപ നമുക്ക് ഈ വർഷം തന്നെ അഡ്വാൻസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ദെൻ ഏതെങ്കിലും എക്സ്പെൻസുകൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ വർഷം എക്സ്പെൻസ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 600 രൂപയാണ്. 600 രൂപ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. സോ അത് ഈ വർഷത്തെ ലാബിലിറ്റി ആയിക്കൊണ്ട് നമ്മൾ ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യും. ദെൻ നമ്മൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മളുടെ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ നമുക്ക് ചെയ്യാം. എല്ലാ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന ഐറ്റംസ് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
സോ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ 61,950 നമുക്ക് കാണാൻ കഴിയും. ഈ ക്ലാസ് മുഴുവനായിട്ട് കേട്ട ശേഷം ഇതിലെ ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട്ബുക്കിലേക്ക് എഴുതി അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകും. ഓക്കെ, താങ്ക് യു.